മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പും ഭക്ഷ്യവകുപ്പും എല്ലാം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് തിരൂരങ്ങാടിയിലെ ഒരു ഇളനീർ പാർന്നും മറ്റുമെല്ലാം ഇത്തരത്തിൽ സാമ്പിളുകൾ ശേഖരിച്ചത്. ആ സാമ്പിളുകളിലാണ് ഷിഗല്ല ബാക്ടീരിയയുടെ അംശം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കട അടപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്ത് മേഖലയിലൊക്കെ തന്നെ പ്രതിരോധ മാർഗങ്ങളും ഒപ്പം തന്നെ നിർദ്ദേശങ്ങളും നൽകി വരുന്നുമുണ്ട്. അതിനിടെയാണ് കോഴിക്കോട് ഒരു ആൾക്ക് കൂടി ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിക്കുന്നത്, ഷിഗല്ല സ്ഥിരീകരിക്കുന്നത്. അതായത് 9 വയസ്സുകാരനാണ്. രോഗം മുക്തമായതിനെ തുടർന്ന് ആശുപത്രി വിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറത്തും നേരത്തെ ഇത്തരത്തിൽ മരിച്ച വ്യക്തിക്ക് ഷിഗല്ലയാണെന്ന് സ്ഥിരീകരണം ഉണ്ടായിരുന്നു. തൃശ്ശൂരിലും കൊല്ലത്തും പുതിയ കേസുകളുണ്ട്. അപ്പോൾ 3 പുതിയ കേസുകളാണ് സംസ്ഥാനത്ത് ആകെയുള്ളത്. 59 കേസുകൾ ഈ മാസം മാത്രമുണ്ട് എന്നാണ് കണക്ക്. അപ്പോൾ ഷിഗല്ല വ്യാപനത്തിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട മുൻകരുതലുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് എന്തായാലും മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിലുള്ള പരിശോധനകളും ഊർജിതമായി ഒരു ഭാഗത്ത് തുടരുകയുമാണ്. അനീസ് തോട്ടയ്ക്കാനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.